തൃശൂർ ജില്ലയിലെ ഒരു മലയോര ഗ്രാമപ്രദേശമാണ് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത്. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾക്കും അതിക്രമങ്ങൾക്കും പരിഹാരം കാണാൻ കോടതി വരാന്തയിൽ കയറിയിറങ്ങിയിരുന്ന ദുർബല ജനവിഭാഗങ്ങൾക്ക് സാമൂഹ്യ ജീവിതത്തിലും വികസന പ്രക്രിയയിലും സജീവമായി ഇടപെടാനും തങ്ങൾ അനുഭവിച്ചിരുന്ന പീഡനങ്ങൾക്ക് അറുതി വരുത്താനും കഴിഞ്ഞത് പഞ്ചായത്തിലെ ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനം മൂലമാണ്. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് തന്നെ ഗ്രാമാന്തരീക്ഷങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ജാഗ്രതാ സമിതിയുടെ ആവശ്യകതയെക്കുറിച്ച് സാധാരണക്കാരായവർക്ക് ബോധപൂർവമായ വളരെ ആത്മാർത്ഥമായിട്ടുള്ള പ്രചരണ പരിപാടി കൂടിയാണ് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. സ്ത്രീകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ വന്ന് മനസ്സ് തുറന്ന് പറയുവാനുള്ളൊരു ഇടമായി ജാഗ്രതാ സമിതി മാറിക്കഴിഞ്ഞു. മാസത്തിലൊരിക്കൽ ജാഗ്രതാ സമിതിയുടെ യോഗം ചേരുകയും ഭാവി പരിപാടികൾ ആ യോഗത്തിൽ വെച്ച് ആസൂത്രണം ചെയ്യുന്നതോടൊപ്പം തന്നെ ചെയ്ത വർക്കുകളെക്കുറിച്ച് ജാഗ്രതാ സമിതി അംഗങ്ങൾ വിലയിരുത്തുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർപേഴ്സണും ICD സൂപ്പർവൈസർ കൺവീനറുമായിട്ടുള്ള ജാഗ്രതാ സമിതിയിൽ സ്ഥലം പോലീസ് SIയും 3 വനിതാ സാമൂഹ്യ പ്രവർത്തകർ, വനിതാ വക്കീൽ, വാർഡുതല വിജിലൻസ് സമിതി, കോർഡിനേഷൻ കമ്മിറ്റി, നിയമോപദേശക സമിതി, ഇങ്ങനെ 3 സമിതികളുടെയും കൂടി ഗുണകരമായ പ്രവർത്തനമാണ് ജാഗ്രതാ സമിതിയെ മുന്നോട്ട് നയിക്കുന്നത്. ഈ പ്രദേശം ഉൾക്കൊള്ളുന്ന സ്ഥലത്തെ സബ് ഇൻസ്പെക്ടർ എന്നുള്ള നിലയിൽ ഞാൻ ഈ ജാഗ്രതാ സമിതിയിലെ ഒരു അംഗമായിരിക്കുന്നു. വിളിച്ചാൽ വരാൻ കൂട്ടാക്കാത്ത ആൾക്കാരെയും വിദൂര സ്ഥലങ്ങളിലുള്ള ആൾക്കാരെയും ഈ പരാതി പരിഹാര വേദിക്ക് മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടി ജാഗ്രതാ സമിതി പോലീസിൻ്റെ സഹായം തേടാറുണ്ട്. അപ്പോൾ ഞങ്ങൾ അത് മറ്റ് സ്റ്റേഷനുകളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് ആ ആൾക്കാരെ വരുത്തി കൊടുക്കാറുണ്ട്. അതുപോലെ പോലീസ് സ്റ്റേഷനിൽ വരുന്ന പല പരാതികളിലും ഈ കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതും വളരെ സമയം ചെലവഴിക്കേണ്ടതുമായിട്ടുള്ളതും കൗൺസിലിംഗ് ഒക്കെ നടത്തേണ്ടതായിട്ടുമുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതിൽ കൂടുതൽ നൈപുണ്യമുള്ളവർ എന്നുള്ള രീതിയിലും ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ സ്ത്രീകൾ മാത്രമുള്ള ഒരു വേദി എന്നുള്ള നിലയിലും അത്തരം സ്ത്രീകളെ ഞങ്ങൾ ഈ ജാഗ്രതാ സമിതിയിലേക്ക് ഡയറക്റ്റ് ചെയ്യാറുണ്ട്. അവർ ഇവിടെ വന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതിൻ്റെ മെമ്പേഴ്സുമായിട്ടും ഇതിൻ്റെ വർക്കേഴ്സുമായിട്ടും പ്രവർത്തനങ്ങൾ കൊണ്ട് അത് പരിഹരിക്കാറുമുണ്ട്. കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികളുടെ ലൈംഗിക വിദ്യാഭ്യാസം, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് ജെൻഡർ ഡെസ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. ഭാവി തലമുറയുടെ വാഗ്ദാനങ്ങളായ ആ പെൺകുട്ടികളെ ലൈംഗിക വിദ്യാഭ്യാസം, അതുപോലെ ആരോഗ്യകരമായ അവരുടെ കുടുംബ പശ്ചാത്തലത്തിൽ കൂടി ബന്ധപ്പെടുത്തി കൊണ്ടുവരുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനം ഞങ്ങൾ ചെയ്യുന്നു. പഞ്ചായത്തിൽ 2 ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്, അതുപോലെ 3-4 UP സ്കൂളുകളൊക്കെയുണ്ട്. ഓരോ വർഷവും സ്കൂളുകളെ കേന്ദ്രീകരിച്ച് 2-3-4 സെമിനാറുകൾ വെച്ച് ഓരോ ക്ലാസ്സുകൾക്ക് പരീക്ഷ ഓറിയൻറ്റഡ് ആയിട്ട്, അങ്ങനെ അല്ലാത്ത കുട്ടികൾക്ക് ഓരോ ക്ലാസ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഓറിയൻറ്റേഷൻ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്.